സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കൂടുതൽ പ്രതിഷേധ ബാനറുകൾ ഉയർന്നു. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പിയായി മാറിയ സുകുമാരൻ നായർ എന്ന് തന്നെയാണ് പ്രമാണത്തെ ബാനറിലും വാചകം. ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, ഇന്നലെയും പത്തനംതിട്ടയിലായിരുന്നു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കുടുംബകാര്യത്തിനു വേണ്ടി പിണറായിയെ സ്തുതിക്കുന്നു എന്നുള്ളതായിരുന്നു. അതേ പോസ്റ്റർ, അതേ ബാനർ തന്നെയാണോ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്? അതേ വാചകങ്ങൾ തന്നെയാണോ ബാനറിൽ ഉള്ളത്? അഭിലാഷ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം വെട്ടിപ്പുറത്താണ് ആദ്യമായി NSS സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായി ഒരു ബാനർ, ഫ്ലെക്സ് ബോർഡ് NSS കരിയോഗത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് പ്രധാനമായും സുകുമാരൻ നായർ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്, അതായത് ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടത്തായി മാറിയ സുകുമാരൻ നായർ. ഇതേ വാചകം തന്നെയാണ് ഇപ്പോൾ പ്രമാണം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും കിട്ടിയിട്ടുള്ളത്. ആ പഞ്ചായത്ത് ഓഫീസിന് ബാനറിലും സമാനമായ രീതിയിൽ സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്ന ഭാഷ തന്നെയാണ് ഈ ബാനറിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഈ NSSന്റെ കരയോഗങ്ങളിൽ ഉയരുന്നു, സുകുമാരൻ നായർക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ശശിനാരായണൻ, ഇതിപ്പോൾ ഒരു ഇന്നലെ വന്ന് ഇന്ന് അടുത്ത ബാനർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ഇന്നലെ VD സതീശൻ തന്നെ പ്രതികരിച്ചത് ഈ ശബരിമല വിഷയത്തിന്റെ സമയത്ത് ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ സുകുമാരൻ നായർ മറക്കുകയാണ് എന്നും ഉള്ള ഒരു നിലപാട് സതീശൻ സ്വീകരിച്ചിരുന്നു. ഇടത് സർക്കാരിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അതിൽ NSSനകത്ത് തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണോ ഈ ബാനറുകൾ പറയുന്നത്? അഭിലാഷ, തീർച്ചയായും ഉണ്ട്. കാരണം NSSന്റെ പല രീതിയിലുള്ള കരയോഗങ്ങളിലും ഇത്തരത്തിൽ അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിലവിൽ അത് പുറത്തു പറയാൻ കഴിയാത്ത പ്രവർത്തകരുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രം ഇത് പുറത്ത് പറയുന്ന രീതിയിലേക്ക്, പുറത്തേക്ക് പ്രതിഷേധം എത്തുന്ന രീതിയിലേക്ക് പ്രകടമാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തുടർച്ചയായി വെട്ടിപ്പുറത്ത് ഒരു NSS കരയോഗത്തിന്റെ മുന്നിൽ ഇത്തരത്തിൽ ബാനർ കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രമാണം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ബാനർ NSSന്റെ സുകുമാരൻ നായർക്കെതിരെ വലിയ പ്രതിഷേധ വാക്കുകൾ ഉന്നയിച്ചുകൊണ്ട് ബാനർ ഉയർന്നിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം NSSന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ചില പ്രവർത്തകർ മാത്രമാണ് ഇത്തരത്തിൽ പ്രതിഷേധം, ഈ സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉള്ളത്. ഭാഗികമായി മൊത്തത്തിൽ NSSന്റെ അത്തരത്തിലൊരു നിലപാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ NSS കരയോഗം, ഈ ബാനർ ഉയർന്ന, ഈ ബാനർ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലെ കരയോഗവും പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും വിളിക്കുന്നത് അവർ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം ചില പ്രവർത്തകർക്ക് മാത്രമാണ് ഇത്തരം ചില കാര്യങ്ങളുള്ളത്. അത് കാര്യമാക്കേണ്ട കാര്യമില്ലാത്ത രീതിയിലാണ് ഈ കരയോഗം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം സോഷ്യൽ മീഡിയ അടക്കം NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വ്യക്തിപരമായുള്ള ചില പോസ്റ്റുകൾ, അപ്പം ചില ആളുകൾ, പ്രവർത്തകർ വന്ന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സൂചിപ്പിക്കുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ട്. പക്ഷെ പരസ്യമായ രീതിയിലേക്ക് ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിൽ ബാനറുകൾ വരുന്നു, പ്രതിഷേധം ഉയരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പമല്ല, നേരെ മറിച്ച് ഇടതുപക്ഷത്തിനൊപ്പമാണ്, സർക്കാരിനോടൊപ്പമാണ് NSS നിലപാടെന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയതോടെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പല രാഷ്ട്രീയപ്പെട്ട ആളുകൾ NSSന്റെ പ്രവർത്തകരായിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം നിലയ്ക്ക് വേണം ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും വിമർശനങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അടുപ്പിച്ചടുപ്പിച്ച് പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം പ്രവർത്തകർക്കെതിരെ അമർഷവുമുണ്ട്, ജനറൽ സെക്രട്ടറി നിലപാടുകൾക്കെതിരെ അമർഷവുമുണ്ട്, പ്രതിഷേധവും പ്രവർത്തകർക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ സുകുമാരൻ നായർ UDFനെയും അതോടൊപ്പം തന്നെ BJPയെയും അതിരൂക്ഷമായി വിമർശിക്കുകയും LDFനെ, പ്രത്യേകിച്ച് സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്തത്. ഹൈന്ദവ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നില്ല, കോൺഗ്രസിന് വേണ്ട എന്നാണ് തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാരോ കോൺഗ്രസ് സർക്കാരുകളോ ഒന്നും ചെയ്തിരുന്നില്ല ശബരിമലയ്ക്ക് വേണ്ടി എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഇടത് സർക്കാരിന് വേണമെങ്കിൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമായിരുന്നു, പക്ഷേ പാരമ്പര്യത്തെ നിലനിർത്തുന്ന സമീപനമാണ് ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഇടത് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ആണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. ഈ പ്രതികരണത്തിലാണ് ഇപ്പോൾ NSSനകത്ത് തന്നെ വിയോജിപ്പുകളുണ്ട് എന്ന പ്രകടമാക്കുന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നത്.